100 വർഷം മുമ്പ് ഒന്നോ രണ്ടോ ഡോസ് ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറിയിരുന്ന ഒരു രോഗം കാരണം ഇന്ന് ഇത്രയും സൗകര്യങ്ങളും ആശുപത്രി സൗകര്യങ്ങളും ICU സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ പോലും ആ രോഗം കാരണം രോഗി മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നാണ്. വീട്ടിൽ ആർക്കെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ തന്നെ ആദ്യമേ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ കേരളത്തിലെ മിക്കവാറും പേർക്കുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് അസുഖമൊക്കെ വരികയാണെങ്കിൽ ഈ ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുണ്ടാവുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ ബഹുഭൂരിപക്ഷവും വൈറൽ രോഗങ്ങളാണ്. ഈ വൈറൽ രോഗങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണവും ഇല്ല. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ വൈറൽ രോഗമാണെങ്കിൽ എന്തായാലും ഒരു 3-4 ദിവസമെങ്കിലും ആ പനി നിലനിൽക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു ഡോക്ടറെ കാണിക്കുന്നു, അദ്ദേഹം വൈറൽ ഫീവർ ആണെന്ന് പറയുന്നു. രണ്ടാമത്തെ ദിവസം പനി കുറയുന്നില്ല. അപ്പോൾ മറ്റൊരു ഡോക്ടറെ പോയി കാണുകയോ ഈ ഡോക്ടറെ തന്നെ വീണ്ടും കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മിക്കവാറും പീഡിയാട്രീഷ്യൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇത് തന്നെയാണ്. മറ്റൊന്ന്, ഈ വാങ്ങി വെച്ചിരിക്കുന്ന ആൻറ്റിബയോട്ടിക് പിന്നീട് വരും. അതിന് ബാക്കി വരുന്നതൊക്കെ അടുത്ത ഒരു ഫീവർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ എടുത്ത് കൊടുക്കുന്ന അവസ്ഥ. അത് കുട്ടികളിൽ മാത്രമല്ല, വീട്ടിൽ ബാക്കി വരുന്ന ആൻറ്റിബയോട്ടിക് ചെറിയ പനി തോന്നിക്കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുന്ന മുതിർന്നവരും ധാരാളമുണ്ട്. മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് കൺഫേം ചെയ്തു, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2-3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അസുഖം മാറിയതായിട്ട് തോന്നുന്നു, ആൻറ്റിബയോട്ടിക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ വലിയൊരു കാരണമാണ്. കാരണം ബഹുഭൂരിപക്ഷം ബാക്ടീരിയകളും അവിടെ മരിച്ചുപോയി എന്ന് കരുതുക. പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തിടത്തോളം ഈ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് റെസിസ്റ്റൻസ് ഉള്ള ഈ ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയകൾ അവിടെ സർവൈവ് ചെയ്ത് കഴിഞ്ഞു. അതിനെ കൂടി കൊന്നു കളഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. പറഞ്ഞു വന്നത് ഇത്രയുമാണ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ടും കഴിക്കുക. രോഗം ഇടയ്ക്ക് വെച്ച് മാറിയെന്ന് തോന്നിയാൽ പോലും കംപ്ലീറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ബാക്ടീരിയകൾ അവിടെ സർവൈവ് ചെയ്യുകയും, എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയകൾ സർവൈവ് ചെയ്യുകയും അടുത്ത പ്രാവശ്യം ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് ഒരു യൂസ്ലെസ് ആയി മാറുകയും ചെയ്യും. ഇതാണ് പലപ്പോഴും നമ്മുടെ ബാക്ടീരിയൽ റെസിസ്റ്റൻസിൻ്റെ ഒരു കാരണം. ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാന മാർഗം എന്ന് പറയുന്നത് കുട്ടികളെയും മുതിർന്നവർക്ക് വേണ്ടി ഇപ്പോൾ വാക്സിനേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഷെഡ്യൂൾ വാക്സിനേഷൻസും കൃത്യമായിട്ട് എടുക്കുക, രോഗം വരാതെ നോക്കുക, അങ്ങനെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം തന്നെ വരാതെ നോക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാർഗം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പൊതുജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒരു ആഗോള പ്രശ്നമാണ്. ലോകം മൊത്തം അത് ഫേസ് ചെയ്യുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗവും അനാവശ്യമായ ഉപയോഗവും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ അഥവാ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറുകാരൻ ഈ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ലൈസൻസ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഉദാഹരണം ഈ അടുത്ത് വന്ന ഒരു പഠനത്തിലുള്ളതാണ്. 1933 ഒരു ഡോസ് ആൻറ്റിബയോട്ടിക് കൊണ്ട് ക്യൂറായ ഒരു രോഗം കാരണം 2020 ഒരു രോഗി മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. മാത്രമല്ല, കഴിഞ്ഞ 10-20 വർഷമായിട്ട് പുതിയ ഒരു ആൻറ്റിബയോട്ടിക്കുകൾ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, അതിനെ തടയേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഓരോ മനുഷ്യരും, ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് പൊതുജനങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്.